ഹായ് എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. വസുമതിയെ കളിയാക്കി സത്യഭാമ ചോദിക്കുകയാണ്, ഇപ്പോൾ എന്തു പറയുന്നു വസുമതി കുഞ്ഞമ്മ? അത് ഞാൻ എന്ന് പറഞ്ഞ് വസുമതി നിൽക്കുമ്പോൾ വസുമതി അടിക്കാൻ കൈയോങ്ങുകയാണ് സത്യഭാമ. ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുകയാണ്, ഡി വായടക്കടി, ഈ കൈയൊന്നാഞ്ഞു വീശി നിന്റെ മുഖമടച്ചൊന്ന് തന്നാലുണ്ടല്ലോ, അത്രയ്ക്ക് വൃത്തികെട്ട പണിയാണ് നീ കാണിച്ചത്, മനസ്സിലായോ? ആടിനെ പട്ടിയാക്കലല്ല പേപ്പട്ടിയാക്കുന്ന പരിപാടി. മേലാൽ ഇതുപോലുള്ള ഉഡായിപ്പുമായിട്ട് ഈ പടി കയറി വന്നാൽ നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും. ഇപ്പോൾ ഇറങ്ങണം ഈ വീട്ടിൽ നിന്ന്, ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞ് പുറത്തേക്ക് കൈ ചൂണ്ടുകയാണ് സത്യഭാമ. ആകെ നാണം കെട്ട് വിഷമത്തോടു കൂടി അവിടെ നിന്നും ഇറങ്ങുകയാണ് വസുമതി. സുരേഷ് സത്യഭാമയോട് പറയുകയാണ്, ക്ഷമിക്കണം സത്യാമ്മേ, ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ഞങ്ങൾ. സിയേടോ ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുകയാണ്, ദേ സത്യഭാമയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ മിസ്റ്റർ, സെർച്ച് ചെയ്യിപ്പിച്ചവർ മാത്രമല്ല ചെയ്തവരും അനുഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു. കാസർകോട്ടേക്ക് ഒരു ലോറി അറേഞ്ച് ചെയ്യാം, വീട്ടു സാധനങ്ങൾ മാറ്റാൻ. അന്നേരം സത്യാമ്മയെന്ന് സുരേഷ് വിളിക്കുമ്പോൾ കൈകൊണ്ട് വേണ്ടാന്ന് തടുക്കുകയാണ് സത്യഭാമ. വസുമതിയോട് പറഞ്ഞത് യൂണിഫോമിലുള്ള ഒരു പോലീസ് ഓഫീസറോട് പറയാൻ എനിക്ക് താല്പര്യമില്ല. അത്രയും പറഞ്ഞ് പുറത്തേക്ക് കൈ ചൂണ്ടുകയാണ് സത്യഭാമ. സുരേഷും സംഘവും അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം അകത്തേക്ക് ചെന്ന് പിള്ളയോട് സത്യഭാമ പറയുകയാണ്, പിള്ളച്ചേട്ട എന്തെങ്കിലും ബാം വാങ്ങിച്ചുകൊണ്ട് വാ, എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. സത്യഭാമ മുറിയിലേക്ക് നോക്കുമ്പോൾ മുകളിൽ നിൽക്കുന്ന ശാലിനിയെ നോക്കി പ്രീതി വിളിക്കുകയാണ്, ബാ. അതേസമയം താഴേക്ക് ഇറങ്ങി വരികയാണ് ശാലിനിയെ കെട്ടിപ്പിടിച്ച് പ്രീതി പറയുകയാണ്, താങ്ക്സ് ശാലിനി, ഇനി ജീവിതം മുഴുവൻ നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കും. ശാലിനി പറയുകയാണ്, കൂടെ പിറന്നില്ലെങ്കിലും എന്റെ സ്വന്തം ഏട്ടൻ തന്നെയാണ് അർജുനേട്ടനെ രക്ഷിക്കേണ്ടത് എന്റെ കടമയായിരുന്നു. പ്രീതി പറയുകയാണ്, ശരി ശരി, അമ്മ ഇറങ്ങി വരുന്നതിന് മുൻപ് പെട്ടെന്ന് പൊയ്ക്കോ, നമുക്ക് പിന്നീട് സംസാരിക്കാം. രാഘവൻ നായരോടും ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് ശാലിനി. പിന്നീട് കാണിക്കുന്നത് രാത്രി വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന ശാരികയാണ്. ബോബന്റെ വീട്ടിലുണ്ടായ സംഭവങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് ശാരിക. അന്നേരം അവിടേക്ക് വന്ന് ശ്യാമ പറയുകയാണ്, വല്യേച്ചി, സംഭവം പൊളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രാജേശ്വരിക്ക് ഉഗ്രനോട് അടി കൊടുക്കാനുള്ള ബെസ്റ്റ് അവസരമാണ്. മനസ്സിലായില്ല എന്ന് ശാരിക പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, ബ്ലൂ ഡയമണ്ട്സിന്റെ കുക്കിംഗ് കോമ്പറ്റീഷൻ കുറുപ്പ് സാറ് പേര് കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ ഒരു പാതി സമ്മതത്തിൽ ആയിട്ടുണ്ട്. അമ്മ പങ്കെടുത്താൽ ഫസ്റ്റ് പ്രൈസ് നമുക്ക് ഉറപ്പാണ്. പ്രൈസ് മണി എത്രയാണെന്ന് അറിയാമല്ലോ, 11 ലക്ഷം പ്ലസ്. അതിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്ത് ആദ്യമാ രാജേശ്വരിയുടെ മുഖത്തെറിയണം. എന്നാലും പിന്നെയും ഉണ്ട് 1,11,111 രൂപ. എന്റെ ഒരു സിൻസിയറായ സജഷൻ എന്താണെന്ന് വെച്ചാൽ, അതിൽ നിന്ന് കുറെ പണം മിസ് ശ്യാമയുടെ ഡ്രസ്സിനും ഓർണമെന്റ്സിനും ഒക്കെ ആയിട്ട് ഇപ്പോഴേ മാറ്റിവെക്കണം എന്നാണ്. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ഇരിക്കുകയാണ് ശാരിക. മാഡം ശാരദാമ്മയെ കൊണ്ട് ഞാനത് സമ്മതിപ്പിച്ചെടുത്തോളാം. അല്ല, വല്യേച്ചിക്ക് എന്താ വേണ്ടത്, അതിപ്പോൾ തന്നെ പറഞ്ഞേക്ക് അഡ്വാൻസ് ആയിട്ട്. ശാരിക പറയുകയാണ്, എനിക്കെന്താ വേണ്ടത്? അല്ല മോളെ, ഈ 11 ലക്ഷം രൂപയും സമ്മാനത്തുകയായിട്ട് അവർ തരുമെന്നാണോ പറയുന്നത്? തരാതെ പിന്നെ എല്ലാ വർഷവും കുക്കിംഗ് കോമ്പറ്റീഷൻ നടത്തുന്നതല്ലേ അവര്, അവർക്കവരുടെ ഗുഡ്വിൽ സൂക്ഷിക്കണ്ടേ? ശാരിക പറയുകയാണ്, എല്ലാം വെറുതെയാണ്, വെറും വെറുതെ. പണം കാണിച്ചാൽ പാവങ്ങള് പാഞ്ഞു ചെല്ലുമെന്ന് അവർക്കറിയാം. പക്ഷെ ചെന്നിറങ്ങുമ്പോഴേ അതൊരു ചതിവല ആയിരിക്കും. പിന്നീട് ഒരിക്കലും ചിറക് വിരിച്ച് പറന്നുയരാൻ ആകാത്ത ചതിയുടെ വല. ശ്യാമ ചോദിക്കുകയാണ്, വല്യേച്ചി എന്തൊക്കെയായി പറയുന്നത്? കുക്കിംഗ് കോമ്പറ്റീഷൻ ചതിവലയാണെന്നോ? എന്റെ വല്യേച്ചി, അതവരുടെ സ്വന്തം കയ്യിൽ നിന്നും എടുത്തു തരുന്ന കാശൊന്നും അല്ല. ക്ലബിലെ VIP മെമ്പർമാർ വിചാരിച്ചാൽ ഒരുപാട് സ്പോൺസർമാരെ കിട്ടും. അങ്ങനെ കിട്ടുന്ന തുകയിൽ നിന്നും ഒരു ചെറിയ തുകയാണ് പ്രൈസ് മണിയായിട്ട് നമ്മൾക്ക് തരുന്നത്. ബാക്കി അവർക്ക് തന്നെയുള്ള വരുമാനമാണ്. അതൊക്കെ ഒരു തന്ത്രമല്ലേ, പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം. വല്യേച്ചി വാ, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. അമ്മയും കുഞ്ഞേച്ചിയും അവിടെ നോക്കിയിരിക്കുകയാണ്. കട്ടലിരുന്ന ശേഷം ശാരിക പറയുകയാണ്, എനിക്ക് വിശക്കുന്നില്ല, നീ പൊയ്ക്കോ. അതെന്താ വിശക്കാത്തത് വല്യേച്ചി എന്നും പറഞ്ഞ് ശാരികയുടെ കയ്യിൽ ശ്യാമ പിടിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് ശാരിക പറയുകയാണ്, നിന്നോടല്ലേ പറഞ്ഞത് വിശക്കുന്നില്ല എന്ന്, എന്നാ പോ അവിടെ നിന്നും പറഞ്ഞ് റൂമിൽ നിന്നും പോവുകയാണ് ശ്യാമ. വീണ്ടും ആലോചിച്ച് സങ്കടപ്പെടുകയാണ് ശാരിക. അന്നേരം അവിടേക്ക് വന്ന് ശാരദാമ്മ ചോദിക്കാണ്, ഡി, നീ എന്താ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞത്? എന്തു പറ്റി നിനക്ക്? എനിക്ക് നല്ല സുഖമില്ലമ്മേ, മനം പുരുട്ടുന്ന പോലെയൊക്കെ തോന്നുകയാണ്. കഴിച്ചാൽ ചിലപ്പോൾ ഛർദിക്കുമെന്നൊരു ഭയം. അന്നേരം ശാരികയുടെ നെറ്റിയിലൊക്കെ നോക്കിയിട്ട് ശാരദാമ്മ പറയുകയാണ്, അതിന് നിനക്ക് പനിയൊന്നുമില്ലല്ലോ, ഏതായാലും മനം പുരുട്ടുന്നുണ്ടെങ്കിൽ വേണ്ട. പുറത്തു പോയപ്പോൾ വയറിന് പിടിക്കാത്ത എന്തേലും കഴിച്ചു കാണും. നിനക്കതൊന്നും ശീലമില്ലല്ലോ, പോരെങ്കിൽ പതിവില്ലാത്ത ഒരു യാത്രയും.
ഏതായാലും ഇനി വെറും വയറോടുകൂടി കിടന്നുറങ്ങേണ്ട. നിനക്ക് ഞാൻ കുറച്ച് ഓട്സ് കാച്ചിക്കൊണ്ടുവരാം, നീ ഇരിക്ക്. ശാരദാമ്മ പോകാൻ തുടങ്ങുമ്പോൾ ശാരിക ചോദിക്കുകയാണ്, അമ്മയുടെ ഗുളികയൊക്കെ എവിടെയാ വച്ചിരിക്കുന്നത്? തലവേദനയ്ക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം എന്ന് കരുതിയിട്ടാണ്. പറ്റുമെങ്കിൽ ഒരു ഉറക്ക ഗുളിക കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഈ കണ്ടീഷനിൽ ഉറക്കം നരകമാകും എന്നുള്ളത് ഉറപ്പാണ്. ശാരദാമ്മ പറയുകയാണ്, അതിന് എന്റെ മുറിയുടെ മേശയുടെ ഇടത് ഡ്രോയിൽ ഇരിപ്പുണ്ട്. അതെ, ഒരെണ്ണമൊന്നും എടുത്ത് കഴിക്കേണ്ട, ഒരു അരമുറി കഴിച്ചാൽ മതി, പെട്ടെന്ന് ഉറങ്ങിക്കോളും. ശാരദാമ്മ പോയ ശേഷം ശാരിക പറയുകയാണ്, പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടിയല്ലമ്മേ, ഒരിക്കലും ഉണരാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നീട് കാണിക്കുന്നത് രാജേശ്വരി റോഷ്നിയുടെ കൂട്ടാളിയെ അടിക്കുന്നതാണ്. അയാൾ പറയുകയാണ്, അബദ്ധം പറ്റിപ്പോയി ചേച്ചി, ആ പെണ്ണ് ഇത്രയും കുഴപ്പമാണെന്ന് അറിയില്ലായിരുന്നു. രാജേശ്വരി ദേഷ്യപ്പെടുകയാണ്, ഫറാസ്കൽ, കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ട് അബദ്ധം പറ്റിയെന്നോ? അതേസമയം അവിടേക്ക് എത്തുകയാണ് ഗോപാലകൃഷ്ണൻ. രാജേശ്വരി പറയുകയാണ്, അവൾ നേരെ ചെന്നങ്ങ് നിന്നത് പോലീസിന്റെ മുൻപിലേക്കാണ്. കൂട്ടത്തില ലെക്ചറും ഉണ്ടായിരുന്നു. അവന്റെ ഉപദേശം കേട്ട് ഇവളത് വല്ല പീഡന കേസുമാകണമെന്ന് വാശി പിടിച്ചിരുന്നെങ്കിൽ നീയൊക്കെ ഇപ്പോ ഇത് അകത്തായേനെ. ഇതൊക്കെ കേട്ട് ചിരിച്ചു നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. പിന്നീട് നിന്നെ കൊണ്ടൊക്കെ എന്റെ പേര് കൂടി ഛർദിപ്പിച്ചേനെ പോലീസ്. പത്രവും ചാനലും ഒക്കെ കൂടി കൂട്ടമണിയടിച്ചിങ്ങും വരും. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ്, അളിയൻ അന്നേരമേ പറഞ്ഞതാണ് ഇത് ഏണിയാകുമെന്ന്, അല്ലേ അളിയ? ഗോപാലകൃഷ്ണൻ ചിരിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, നിന്റെ അളിയൻ മൊഴിഞ്ഞതുകൊണ്ടൊന്നും അല്ല, ഇവന്മാരുടെയൊക്കെ കഴിവുകേട് അല്ലാതെ എന്തു പറയാൻ. ഇറങ്ങിപ്പോടാ മുന്നിന്ന് വേഷം കെട്ടി നിൽക്കാതെ. രാജേശ്വരിയെ കളിയാക്കി ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, എന്തു പറ്റി രാജേശ്വരി, നീ വലവിരിച്ചിട്ട കിളിയങ്ങ് പറന്നു പോകാൻ? സത്യം പറഞ്ഞാൽ ആ വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് മുൻപേ തോന്നിയത് പടക്കം പൊട്ടിക്കാനാണ്. അത് കേട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, പൊട്ടിക്കും. ചേച്ചി, അളിയനിതിലെന്തോ മനസ്സറിവുണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്തൊക്കെയായാലും സ്വന്തം മകളല്ലേ, ചിലപ്പോൾ വിവരം അങ്ങോട്ട് ചോർന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ തന്നെ ഇത്രയും സീക്രട്ട് ആയിട്ട് നടത്തിയ ഓപ്പറേഷൻ എങ്ങനെ പൊളിയാനാണ്? ദേഷ്യപ്പെട്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ, നീയൊക്കെ എന്ത് കൊള്ളരുതായ്മ കാട്ടിയാലും അതിനൊക്കെ കൂട്ടുനിൽക്കുന്ന എന്നെ കുറിച്ച് തന്നെ നീയൊക്കെ ഇത് പറയണം. രാജേശ്വരി പറയുകയാണ്, കൊള്ളരുതായ്മയോ? ഇവൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ ഈ മുറ്റത്ത് പുതിയൊരു തൈത്തെങ്ങ് വയ്ക്കും, നിങ്ങളുടെ ശവക്കുഴിയുടെ മുകളിൽ തന്നെ. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, കുഴിവെട്ടാൻ പോയാലേ രാജേശ്വരി നീ തന്നെ അതിൽ വീഴുകയേ ഉള്ളൂ. അത്രയ്ക്ക് നല്ല സമയമാണ് നിനക്ക്. പണ്ട് പാർട്ടിക്കാര് ജാഥ നടത്തുമ്പോൾ എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറഞ്ഞതുപോലെയാണ് നിന്റെ ഇപ്പോഴത്തെ തോൽവികൾ. 10 ലക്ഷം കൊടുത്ത് ശാരദയും മക്കളെയും അവിടുന്ന് പുറത്താക്കാൻ ശ്രമിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇത്. ഇപ്പോഴേ ഈ സംഭവത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷെ ഇനി ഇതുപോലത്തെ സാഹസത്തിനൊക്കെ മുതിർന്നാൽ ഭാഗ്യം തുണയ്ക്കണമെന്നില്ല, അതോർത്താൽ കൊള്ളാം. ജയിലിൽ ചപ്പാത്തി പരത്താൻ തലയിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാവിന് പോലും തടുക്കാൻ കഴിയില്ല. മാറി നിൽക്കടാ അങ്ങോട്ടെന്നും പറഞ്ഞ് ബാലചന്ദ്രനെ തള്ളിമാറ്റി അകത്തേക്ക് കയറി പോവുകയാണ് ഗോപാലകൃഷ്ണൻ. അകത്തേക്ക് പോയ ഗോപാലകൃഷ്ണൻ പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ്, പിന്നെ മറ്റൊരു കാര്യം പറയാൻ മറന്നു. ഈ വരുന്ന 1-ാം തീയതി ബ്ലൂ ഡയമണ്ട്സിന്റെ ഒരു ഫുഡ് കോമ്പറ്റീഷൻ ടൗണിൽ നടക്കുന്നുണ്ട്. വർഷാവർഷം നടത്താറുള്ള ആഘോഷമാണ്. ഇത്തവണ 10 ലക്ഷമാണ് പ്രൈസ് മണി. 1-ാം സ്ഥാനത്തെത്തുന്ന ആൾക്ക് അപ്പോൾ തന്നെ ആ പണവും ട്രോഫിയും കയ്യിലോട്ട് കിട്ടുകയും ചെയ്യും. കുടുംബശ്രീ ശാരദയും ആ പാചക മത്സരത്തിന് പേര് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അത്രയും നേരം അതൊന്നും ശ്രദ്ധിക്കാതിരുന്ന രാജേശ്വരി അത് കേട്ടൊന്ന് ഞെട്ടുകയാണ്. ശാരദയ്ക്കെങ്ങാനും ആ പ്രൈസ് അടിച്ചാൽ രാജേശ്വരി അതോടെ തീരും നിന്റെ ഈ കളികളൊക്കെ. ശാരദയ്ക്കോ മക്കൾക്കോ കൈപുണ്യത്തിന് ഒരു കുറവുമില്ലെന്ന് നിനക്കറിയാമല്ലോ. കോമ്പറ്റീഷനിൽ 1-ാം സ്ഥാനം കിട്ടിയാൽ ആ 10 ലക്ഷം രൂപ നമുക്ക് തന്ന് അവര് കണക്ക് തീർക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ACP ശ്രീരഞ്ജിനി ഇടയിലുള്ളത് കൊണ്ട് പിന്നെ ഒന്നും ചോദിച്ച് നിനക്കവരെ ശല്യം ചെയ്യാൻ പറ്റില്ല. ഈ പാമ്പും കോണിയും കളിയിൽ നിന്നെ പാമ്പുഴുങ്ങി എന്നർത്ഥം. ഈശ്വരോ രക്ഷിതു എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് ഗോപാലകൃഷ്ണൻ. ബാലചന്ദ്രൻ പറയുകയാണ്, ചില നേരത്ത് അളിയന്റെ സ്വഭാവം കണ്ടാൽ ചവിട്ടിക്കൂട്ടാൻ തോന്നും. പക്ഷെ പറഞ്ഞ രീതി അത്ര ശരിയല്ലെങ്കിലും അളിയൻ ഇപ്പൊ പറഞ്ഞതിൽ അല്പം കഴമ്പുണ്ടോ എന്നൊരു തോന്നൽ. എന്ത് കഴമ്പെന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, പാചക മത്സരം ശാരദാമ്മ 10 ലക്ഷം. അന്നേരം ചിരിച്ചുകൊണ്ട് രാജേശ്വരി ചോദിക്കുകയാണ്, ആണോ? എന്നാൽ അങ്ങനെ ഒരു പാചക മത്സരം വഴി 10-11 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ അത് ഈ രാജേശ്വരിയുടെ കയ്യിൽ ഇരിക്കുമെടാ. അതറിയില്ലേ നിനക്ക്? ചേച്ചി എന്തായി പറയുന്നത്? പാചകത്തിൽ ശാരദാമ്മയോട് മത്സരിക്കാൻ പറ്റുമോ ചേച്ചിക്ക്?
നേടാൻ അസാധ്യമായിട്ടുള്ളതൊക്കെ തന്നെയാണ് ഇതുവരെ രാജേശ്വരി നേടിയിട്ടുള്ളത്. ശാരദയുടെ ഭർത്താവിനെ അടക്കം രാജേശ്വരിക്ക് ജയിക്കാൻ ശാരദ ഒരു തടസ്സമാണെങ്കിൽ അവളുടെ പേര് ഞാനങ്ങ് വെട്ടുമെടാ. മത്സരത്തിൽ ജയിച്ചിട്ടല്ല, തോറ്റിട്ട്. ആയും പൊളിച്ച് ബാലചന്ദ്രൻ നിൽക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, നിന്റെ ചേച്ചിയെ നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നർത്ഥം. രാജേശ്വരി പോയ ശേഷം ബാലചന്ദ്രൻ കരുതുകയാണ്, ശാരദാമ്മയെ തോൽപ്പിക്കാനോ? ജയിക്കാനുള്ള മത്സരത്തിൽ തോറ്റിട്ട് അതെങ്ങനെയാ, മനസ്സിലായില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് രാത്രി ശാരികയുടെ മുറിയാണ്. അവിടെ ശാരദാമ്മയുടെ ഗുളികളെല്ലാം കൂടി കയ്യിലേക്ക് തട്ടിയിടുകയാണ് ശാരിക. അന്നേരം ശാരദാമ്മ അടുക്കളയിൽ പറയുകയാണ്, എടി പെണ്ണുങ്ങളെ, ആ പാത്രമൊക്കെ ഒന്ന് എടുത്തു വെച്ചേ. അത് കേട്ടൊന്ന് ഉണരുകയാണ് ശാരിക. പെട്ടെന്ന് ഗുളികകളെല്ലാം മാറ്റിവെക്കുകയാണ് ശാരിക. അന്നേരം അവിടേക്ക് ശാരികയ്ക്കുള്ള ഓട്സുമായി വരികയാണ് ശാരദാമ്മ. ശാരദാമ്മ ചോദിക്കുകയാണ്, നീ ഗുളിക കഴിച്ചായിരുന്നോ? ഇല്ല, കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. നന്നായി, അതെ, ഇത് കുടിച്ചിട്ട് കഴിക്കുക. എന്നിട്ട് നന്നായി ഒരു ഒറ്റ ഉറക്കമങ്ങ് ഉറങ്ങ്. രാവിലെ ഉണരുമ്പോൾ നല്ല ഉത്സാഹം ആയിരിക്കും. ശാരിക പറയുകയാണ്, ശരിയാ, ഉറങ്ങണം നന്നായിട്ട്. എല്ലാം മറന്നൊരു ഉറക്കം. ശാരികയുടെ സംസാരം ശ്രദ്ധിച്ച് ശാരദാമ്മ ചോദിക്കുകയാണ്, എന്താ? ശാരിക പറയുകയാണ്, ഏയ് ഒന്നുമില്ല. അമ്മ ഈ ക്ലബ്ബുകാരുടെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ടോ? ഞാനൊന്നും തീരുമാനിച്ചില്ല മോളെ. എന്നാൽ തീരുമാനിക്കണം, പോകാൻ തന്നെ. ശ്യാമയും കുറുപ്പ് സാറും ഒക്കെ പറയുന്നത് പോലെ അതിൽ വിജയിച്ചാൽ ഈ കുടുംബശ്രീയുടെ പകുതി പ്രശ്നങ്ങളൊക്കെ കഴിയും. രാജേശ്വരിയുടെ 10 ലക്ഷം കൊടുത്തു തീർത്താൽ പിന്നെ എന്താ ബാധ്യത? ശാലിനി പറയും പോലെ ഈ വീട്ടിൽ നിന്നും നമ്മളെ അത്ര എളുപ്പം ഇറക്കി വിടാനൊന്നും കഴിയില്ല. പല്ലും നഖവും ഉപയോഗിച്ച് ചെറുത്തു നിൽക്കണം. കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാൽ ശാലിനിക്ക് IAS കിട്ടും. പിന്നെ ആരെ പേടിക്കാനാണ്? ഇതൊക്കെ കേട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, അതൊക്കെ അപ്പോഴത്തെ കാര്യമല്ലേ, ഇപ്പൊ അതൊക്കെ എന്തിനാ നീ പറയുന്നത്? ഇപ്പോ പറയണമെന്ന് തോന്നി. അമ്മ ഓർക്കുന്നുണ്ടോ നമ്മൾ 4 പേരെയും അച്ഛൻ ഇറക്കിവിട്ട ആ രാത്രി? ഇവിടെ അന്ന് മൺകട്ടകൾ കൊണ്ടുള്ള ഒരു ഓലപ്പുരയായിരുന്നു. പെരുമഴയത്താണ് വന്നു കയറിയത്. മേൽക്കൂരയിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളവും പുറത്തു പോകുന്നില്ല. ആകാശത്ത് ഓരോ ഇടി മുഴങ്ങുമ്പോഴും ശ്യാമയുടെ പേടിച്ചുള്ള നിലവിളി. പാതിരാത്രി മഴയൊന്ന് ഒതുങ്ങിയാൽ ചാണകം മെഴുകിയ തറയിൽ വെള്ളം അമ്മ തുണി കൊണ്ടൊപ്പി പിഴിഞ്ഞിട്ട് വൃത്തികേടായി കിടക്കുന്ന നിലം തുടയ്ക്കാൻ അമ്മ എന്റെ കയ്യിൽ ഒരു ചൂലെടുത്ത് തന്നു. ഒടുവിൽ മഴ നനഞ്ഞ തഴപ്പായയിൽ ഞങ്ങൾ 3 മക്കളെയും കെട്ടിപ്പുണർന്ന് ചൂട് പകർന്നു കിടക്കുമ്പോൾ ഓലക്കീറുകൾക്കിടയിലൂടെ തെളിഞ്ഞ ആകാശത്തിലെ പൂർണ്ണചന്ദ്രനെ നോക്കി അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ അത്രയും ദൂരത്ത് എത്തണം. അമ്പിളി മാമനെ പോലെ കൊതിപ്പിക്കുന്ന നിങ്ങളുടെ അച്ഛന് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലത്ത്. ശാലിനി അവിടെ എത്തും അമ്മേ. IAS ഇപ്പോൾ അവളുടെ കയ്യെത്തും ദൂരത്താണ്. ശ്യാമയും മോശം വരില്ല. പഠിത്തത്തിനൊപ്പം കബഡിയിലും അവൾക്കൊരു ഭാവിയുണ്ട്. സ്പോർട്സ് താരങ്ങൾക്ക് വലിയ വലിയ ജോലികൾ കിട്ടാൻ എളുപ്പമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മ അത് കാണും. എന്റെ പ്രാർത്ഥന എപ്പോഴും അമ്മയുടെ കൂടെ ഉണ്ട്. ഇതൊക്കെ കേട്ട് ചിരിച്ച് ശാരദാമ്മ ചോദിക്കുകയാണ്, അപ്പൊ പിന്നെ നീ എങ്ങോട്ട് പോകുന്നു? ദേ പെണ്ണേ, പഠിപ്പും ജോലിയും ഇല്ലെന്ന് കരുതി അതൊരു കുറച്ചിലാണെന്ന് വയ്ക്കരുത്. ഇത്ര വലിയ ഉദ്യോഗത്തെക്കാളും വലുതായ അധ്വാനമാണ് മക്കളെ പഠിപ്പിച്ച് ഒരു കരയ്ക്കെത്തിക്കുക എന്ന് പറയുന്നത്. നമ്മളെ ആണുങ്ങൾ അംഗീകരിച്ചു തരില്ലെങ്കിലും വീട്ടമ്മ എന്ന് പറഞ്ഞാൽ അന്തസ്സുള്ള ജോലി തന്നെയാണ്. ഏതായാലും നീ ഇപ്പോൾ അതൊന്നും ആലോചിക്കാതെ പോയി കിടന്ന് ഉറങ്ങ്. ശാരികയുടെ കൈ പിടിച്ച് ശാരദാമ്മ പറയുകയാണ്, എന്തിനും ഏതിനും അമ്മ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ശാരദാമ്മ പോയ ശേഷം ഗുളികയെടുത്ത് വീണ്ടും കയ്യിലേക്ക് തട്ടിയിടുകയാണ് ശാരിക. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.